അപകട വാർത്ത വരുന്നു. കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം. കാസർഗോഡ് കാറ്റാം കവലയിലാണ് അപകടമുണ്ടായത്. 24 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അരുൺ പൂപ്പറമ്പ, ആർക്കെങ്കിലും വലിയ രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? സുഹേൽ, രാത്രി 9 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കർണാടകയിലെ ഷിമോഗയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് ഈ അപകടത്തിൽ പെട്ടത്. അവർ ഈ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ്, അതായത് പാണത്തൂർ അതിർത്തി കടന്ന് കർണാടകയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനിടെയാണ് ഈ മലയോര ഹൈവേയിലെ കാറ്റാം കവലയിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ഈ ബസ്സിൽ 24 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. 22 തീർത്ഥാടകരും ഒരു ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനർ ഉൾപ്പെടെ 24 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ പരിക്ക്, 2 പേരുടെ പരിക്ക് അല്പം സാരമുള്ളതാണ് എന്നതാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ എല്ലാവരെയും ഇപ്പോൾ നിലവിൽ ചെറുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ പരിക്ക് മാത്രമാണ് അല്പം സാരമുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ അപകടം നടന്നത് നാട്ടുകാരാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം ഏർപ്പെട്ടതും നാട്ടുകാരാണ്. പിന്നീട് ചിറ്റാരിക്കൽ നിന്നുള്ള പോലീസ് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് എത്തുകയും ചെയ്തു. എന്നാലും മലയോര ഹൈവേയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 2 പേരുടെ പരിക്ക് മാത്രമാണ് നിലവിൽ സാരമുള്ള പരിക്കായിട്ട് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. ഷിമോഗയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 പേരുടെ പരിക്ക് സാരമാണെന്ന ദുഃഖകരമായ വാർത്തയും ഘട്ടത്തിൽ വരുന്നു.